ഹായ്, എല്ലാവർക്കും കോമ്പറ്റീഷൻ ടിപ്സിലേക്ക് സ്വാഗതം. ഇത് തികച്ചും ഒരു കോമ്പറ്റീഷൻ ആവശ്യത്തിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് വരയ്ക്കുന്നത് ഒരു ട്രീ ആണ്. ഒരു ട്രീ എങ്ങനെ സിമ്പിളായി ചെറിയ സമയം കൊണ്ട് വരച്ച് ഏറ്റവും ലളിതമായി വാട്ടർ കളറിൽ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രീ വളരെ സിമ്പിളായിട്ടുള്ള രേഖകൾ ഉപയോഗിച്ചും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാതെ തന്നെയാണ് തീർത്തിട്ടുള്ളത്. ചില്ലുകളായാലും മരത്തിൻ്റെ തടിയായാലും ഒരുപാട് കടുപ്പത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മരങ്ങൾ, പലതരത്തിലുള്ള പല രീതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാർ, പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, ഇവയൊക്കെ കൃത്യമായി പഠിച്ച് വെച്ചതിന് ശേഷമാണ് മത്സരത്തിന് തയ്യാറായി പോകുന്നത്. മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു മത്സരം എന്ന് പറയുന്നത്. മത്സരം എപ്പോഴും നിശ്ചിത സമയത്തിനുള്ളിൽ പറയുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയി വെച്ചിട്ടുള്ള ചില ഇമേജുകൾ ആ സമയത്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇടയിലുള്ള സമയത്ത് നമ്മുടെ യുക്തിക്കനുസരിച്ച് അത് പേപ്പറിൽ നിരത്തി, അത് പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ്, പെൻസിലാണെങ്കിൽ പെൻസിൽ, അത് ഏറ്റവും വേഗതയിൽ ചെയ്ത് തീർക്കുന്ന ആൾക്കാണ് സാധാരണ മത്സരങ്ങളിൽ മികച്ച ചിത്രങ്ങളായിട്ട് മാറുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വെച്ചത് ബ്രഷ് സ്ട്രോക്ക് കളറാണ്. ഇത് ലെമൺ യെല്ലോ, പാലറ്റിൽ വെക്കുന്നുണ്ട്. ഗാംബേജ് യെല്ലോ, സാപ്പ് ഗ്രീൻ, യെല്ലോ ഓക്കർ, റഷ്യൻ ബ്ലൂ, ഈ കളറുകളാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗാംബേജ് യെല്ലോ അതുപോലെ യെല്ലോ ഓക്കറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോൺ ഉണ്ടാക്കി, ലൈറ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അവിടെ ഒരു മാർക്ക് ഇടുന്നുണ്ട്. ആ ദിശയിൽ നിന്നാണ് ലൈറ്റിൻ്റെ സ്രോതസ്സ് ഉള്ളത്, ആ ദിശയിലാണ്. അപ്പോൾ അവിടെ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറുകൾ ഉപയോഗിക്കുക. ആ മരത്തിൻ്റെ ലൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് തട്ടുന്ന ഭാഗം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആ യെല്ലോ കളറ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വേരുകളിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ യെല്ലോ കളറ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലൈറ്റ് കളേഴ്സാണ് ആദ്യം ഉപയോഗിക്കുന്നത്. വാട്ടർ കളറ് ലൈറ്റ് ടു ഡാർക്കാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബേൺസീന മിക്സ് ചെയ്യാതെ നേരിട്ടാണ് എടുത്തു വയ്ക്കുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള രീതികളൊക്കെ ഞാൻ പിന്നീട് പറയും. ഇപ്പം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ടോണാണ് ട്രീക്ക് കൊടുക്കുന്നത്. അത് നേരെ നമ്മൾ രണ്ടാമത്തെ ഏരിയ, ലൈറ്റ് കുറഞ്ഞ ഭാഗത്തേക്ക്, അപ്പോൾ ലൈറ്റ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ലയിച്ച് ഡാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ ബേൺസീന ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്നില്ല, പേപ്പർ നനയ്ക്കുന്നില്ല. കാരണം ഇതൊക്കെ മത്സരത്തിന് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റിക്കൊള്ളുന്നില്ല.
ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബ്രെസ്റ്റോൻ്റെ വാട്ടർ കളറാണ്. ബ്രെസ്റ്റോ എന്ന കമ്പനിയുടെ വാട്ടർ കളറാണ്. നമുക്ക് റേറ്റ് കുറഞ്ഞ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വാട്ടർ കളർ കിട്ടാനുണ്ട്. ക്യാമലിൻ്റെ വാട്ടർ കളർ കിട്ടാനുണ്ട്. ആ ക്യാമലിൻ്റെ വാട്ടർ കളറിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. ബ്രഷിൻ്റെയൊക്കെ അതുപോലെ തന്നെ ബ്രഷ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പാലറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബേൺസീൻ്റെ ടോണിൻ്റെ അകത്തേക്ക് കുറച്ച് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ടോണ് കിട്ടി. ആ ടോണ് അത് നിങ്ങൾ പരിശീലിക്കുമ്പം ചിലപ്പം ഒരുപാട് ഡാർക്കായി പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ചിലപ്പം ആദ്യത്തെ ചിത്രം ചിലപ്പം നാശമാവാൻ സാധ്യതയുണ്ട്. വീണ്ടും വീണ്ടും ചെയ്യുമ്പം അത് ബെറ്ററായി വരും. നിങ്ങൾക്കതിൻ്റെ ടോണ് മനസ്സിലായി തുടങ്ങും. ഇതിനാവശ്യം പ്രാക്ടീസാണ്. നിരന്തരമായി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് വളരെ ഈസി ആയിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി കളർ വെക്കാൻ കഴിയുള്ളൂ. ഇതൊരു നിരന്തര പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമുക്ക് ആലോചിക്കാനോ ഒന്നിനും സമയമില്ലാത്തൊരു സ്ഥലമാണ് മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചിത്രത്തിലേക്ക് കടക്കേണ്ടി വരും, വിഷയത്തിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി അത് പഠിച്ചു വെച്ച ഇമേജുകൾ എടുത്ത് കൃത്യമായി പ്രയോഗിക്കുന്നതിലാണ് അതിൻ്റെ മിടുക്ക് കിടക്കുന്നത്. നമ്മളൊരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന വർക്ക് നമ്മൾ വളരെ ശാന്തമായി സമയമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമിലിരുന്ന് എത്ര സമയം വേണമെങ്കിലും ചിലവാക്കിക്കൊണ്ട് ചിന്തിക്കാനൊക്കെ സമയം കൊടുത്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ആ ഒരു സമയമോ അല്ലെങ്കിൽ അത്ര കൂടുതൽ സമയമൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് ടോണ് വെക്കുകയും അത് ഉണങ്ങുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് കൂടുതൽ ഡിഫിക്കൽട്ടായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ബ്ലൂ കൂടുതലെടുത്ത് ആ ബേൺസിനെ തന്നെ നല്ല ബ്ലാക്കിനോടടുത്ത കളറ് ഉണ്ടാക്കി. ഒരിക്കലും നമ്മൾ ബ്ലാക്ക് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല. നേരിട്ട് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മൾ ബ്ലാക്കിന് ബദൽ ഡാർക്കായിട്ടുള്ള ടോണുകൾ ഉണ്ടാക്കി അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വെക്കുന്ന കളറ് ബേൺസീനയും റഷ്യൻ ബ്ലൂവും ചേർന്ന ഒരു കടുപ്പമുള്ള കളറാണ്. ഇതിൻ്റെ ചില്ലകളും ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലെമൺ യെല്ലോ ഉപയോഗിക്കുന്നത് ആ ഇലയുടെ ലൈറ്റിങ് കൂടുതലായിട്ട് കാണാനും അതിൻ്റെ ഷൈനിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ഉപയോഗിക്കുന്നത്. യെല്ലോ ഏതാണ്ട് സ്കെച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് നിറച്ചു. ഇനി ഒരിത്തിരി ഉണങ്ങാൻ ബാക്കി വെക്കാതെ തന്നെ നമ്മൾ ആ യെല്ലോയ്ക്കകത്തേക്ക് സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്യുകയും ആ നനവ് തന്നെ നമ്മൾ വളരെ ലൈറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ആ നനവ് തന്നെ ലയിച്ച് ചേർന്ന് അത് ബ്ലെൻഡായി നിൽക്കും.
അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് ഉണങ്ങാൻ വിടുക. മത്സരത്തിന് വരയ്ക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പെയിൻറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് ഉണക്കം കൃത്യമായി നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയോ ചെയ്തതിന് ശേഷമാണ് വർക്കിൽ കാര്യമായിട്ട് ഇടപെടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നനഞ്ഞ അവസ്ഥയിൽ ചില സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ചിത്രം നാശമാവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇപ്പം അത് കുറച്ചുണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മളിപ്പോൾ അത് ഈ ലീഫിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജിൽ ഒരുപാടൊന്നും ടോണുകൾ വെച്ച് സമയം പോക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആ ട്രീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, അതുപോലെ തന്നെ സാപ്ഗ്രീൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മരങ്ങളും അതുപോലെ മനുഷ്യരൂപങ്ങളും പ്രകൃതിയും ഒക്കെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ നമ്മൾ ഓരോന്നും വരച്ച് സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് കിട്ടി അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരം വരയ്ക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ റിസൾട്ട് മാറ്റമുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം.